വള്ളംകളിക്കൊരു താളമുണ്ട്, അത് വഞ്ചിപ്പാട്ടിന്റെ താളമാണ്. പമ്പയുടെ ഇരുകരകളിലും ഇപ്പോൾ വഞ്ചിപ്പാട്ടിന്റെ ആവേശമാണ്. ആ ആവേശത്തോടുകൂടി എടശ്ശേരി മലയിലെ ആതിഥേയ കരയായിട്ടുള്ള ആ കരയിലെ വഞ്ചിപ്പാട്ടുകാർ ഇപ്പോൾ നമ്മളപ്പോൾ ഉണ്ട്. ആതിഥേയ കരയാണ് നമ്മൾ കുട്ടനാട്ടിലൊക്കെ കാണുന്നത് വെച്ചാൽ വളരെ വലിയ നിങ്ങൾക്ക് ഇത്ര ആയാസമില്ല. അവിടെ ആയാസത്തോടു കൂടിയാണ് നിങ്ങൾ പാടുന്നത്. ഇത് നദോന്നതയാണ്, നദം ഉന്നത, ഉച്ചത്തിലും അതിൻ്റെ ആരോഹണ അവരോഹണ ക്രമത്തിലാണ് ഇവിടുത്തെ വള്ളപ്പാട്ടുകൾ ക്രമീകരിച്ചിട്ടുള്ളത്, ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങൾ സാധാരണ ആർപ്പ് വിളിച്ചാണ് തുടങ്ങാറുള്ളത് കുട്ടനാട്ടുകാർ. നിങ്ങൾ ആർപ്പ് വിളിയില്ല, കൃഷ്ണസ്തുതിയോടെയാണല്ലേ? ഗോവിന്ദ വിളിച്ചു തുടങ്ങി. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ 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 തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഇതാണ് ഗോവിന്ദ സ്തുതികളോട് ഗോവിന്ദനാമ സങ്കീർത്തനം പാടി ആ ഗോവിന്ദനാമ സങ്കീർത്തനം പാടി അവസാനിപ്പിക്കുന്നതാണ് ഇവിടുത്തെ രീതി. ഇവിടുത്തെ താളം കണ്ടില്ല, ഈ താളമാണ് ഓരോ പമ്പയാറിന്റെയും കരകളിൽ നിന്ന് ഉയരുന്നത്. അത് ഉച്ചയാകുമ്പോഴേക്കും അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തുന്ന അവസ്ഥയാണ്.